കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും കുഞ്ഞായി പിറന്നൊരനാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരനാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇഫ് യു ബിലീവ് യു ഷുഡ് സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. സ്നേഹവാനായ പിതാവ്, അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകുന്ന സ്വർഗീയ ഭോജനത്തിനായി നന്ദി പറയുന്നു. അനുദിന വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം. John's Gospel chapter 11 verse 40. Jesus said to Martha, I say to you that if you believe you should see the glory of God. യേശു മാർത്തയോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. ദൈവം നമ്മുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമായി ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങൾ കർത്താവിൻ്റെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോൾ നമുക്ക് അനുഗ്രഹവും ദൈവനാമത്തിന് മഹത്വവും ഉണ്ടാകും. വാഗ്ദത്തം നിറവേറപ്പെടുവാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക.
ബിലീവ് ഇൻ ഗാഡ്. ദൈവിക വാഗ്ദത്തങ്ങൾ മഹത്തായ അഗോചരമായ കാര്യങ്ങളാണ്. നിലവിലുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അത് നടക്കുവാൻ സാധ്യതയില്ലെങ്കിലും ദൈവം വാഗ്ദത്തം നൽകിയതുകൊണ്ട് നാം ആ വാഗ്ദത്തം നടപ്പാകുമെന്ന് വിശ്വസിക്കണം. കാരണം ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവിന്റെ അധരം കൊണ്ട് അരുളി ചെയ്തതിനെ തൃക്കൈ കൊണ്ട് നിവൃത്തിയാക്കുന്നവനാണ് ദൈവം. ശലോമോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്, എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തീകരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദാവീദിനോട് സംസാരിച്ച അതേ വചനം തന്നെയാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗ്ദത്തം നിറവേർപ്പെടാൻ വിശ്വാസം വേണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസർ മരിച്ച 4-ാം ദിവസം കടന്നു വന്ന യേശുവിനോട് കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് മാർത്ത പറഞ്ഞപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു. അതാണ് ഇന്നത്തെ നമ്മുടെ കുറിവാക്യം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലായോ? ഈ ഒരു ചോദ്യം ഓരോ നിമിഷവും കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ യാത്രയുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് തന്നെ വിശ്വാസമാണ്. കാനാൻ നാട് ഒറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേരും കാനാൻ നാട് സ്വന്തമാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചു. എന്നാൽ 2 വ്യക്തികൾ അതിൽ വ്യത്യസ്തരാണ്. കാലേബും യോശുവായും വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് കാനാൻ നാട് സ്വന്തമാക്കാം എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു. പുതിയ തലമുറയെ അവരവകാശമാക്കി. വിശ്വസിക്കുന്നവർ ദൈവം വാഗ്ദത്തം നിറവേറ്റും എന്ന് വിശ്വസിച്ച് പൗലോസ് അപ്പോസ്തലനെ പോലെ ഇങ്ങനെ പറയും. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും യേശുവിൽ ഉവ്വ് എന്നത്രേ. സ്തോത്രം. വിശ്വസിക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. പക്ഷേ പലരും പഠിപ്പിക്കുന്നത് കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ബൈബിള് മാത്രം പോരാ, മറ്റു പല കാര്യങ്ങളും നമുക്ക് അതിൻ്റെ കൂടെ വേണം. സുവിശേഷത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ രാജ്യത്തുള്ള പല മഹാന്മാരുടെ ജീവിത ചരിത്രം നമ്മൾ അറിയണം. അവരുടെ വാക്യങ്ങൾ നമ്മൾ വചനത്തിൽ കൂട്ടിച്ചേർക്കണം. എന്തൊക്കെ പഠിപ്പിക്കുന്ന മഹാന്മാർ നമ്മുടെ ചുറ്റുമുണ്ടോന്ന് ഓർത്തോളാം. കർത്താവ് പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആരിൽ? ക്രിസ്തുവിൽ, ദൈവപുത്രനിൽ, വീണ്ടെടുപ്പുകാരനിൽ, സൗഖ്യദായകനിൽ, അത്ഭുത മന്ത്രിയിൽ, ആശ്വാസദായകനിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവം തന്നെയായി പറയുന്നേ. അവിശ്വാസത്താൽ ക്ഷണിക്കരുത്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ എബ്രഹാം അപ്പച്ചൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക. 2ാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് വാഗ്ദത്തം നിറവേറുവാൻ പ്രാർത്ഥിക്കുക. ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ നടപ്പിലാകുവാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൂടാതെ ദൈവത്തിൽ നിന്നും നമുക്ക് ഒന്നും പ്രാപിക്കുവാൻ സാധ്യമല്ല. നമുക്ക് ജീവിക്കുവാൻ വായു ആവശ്യമായതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. യഹൂദന്മാരുടെ പ്രവാസ ജീവിതം 70 വർഷം കൊണ്ട് തീരുമെന്ന് യെരമ്യാ പ്രവാചകൻ അരുളി ചെയ്തു. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റി കിട്ടുവാൻ ദാനിയേൽ പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. ദാനിയേൽ പ്രവാചക പുസ്തകം 9-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപവസിച്ചു, രട്ടുടുത്തു, വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ഉപവാസവും പ്രാർത്ഥനയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ആയുധങ്ങളാണ്. നമുക്ക് യുദ്ധം ജഡരക്തങ്ങളോടല്ല, ദുരാത്മശക്തിയോടാണ്. അവനെ അതിജീവിക്കണമെങ്കിൽ, അവനെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റാണ്. 3ാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചാൽ വാഗ്ദത്തം അനുഭവിക്കാം. ദൈവത്തിന്റെ മിക്ക വാഗ്ദത്തങ്ങളും വ്യവസ്ഥയോടുകൂടിയുള്ളതാണ്. ആവർത്തന പുസ്തകം അതിന് തെളിവാണ്. 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നു. എന്താണ് ആ വ്യവസ്ഥ? യഹോവയായ ദൈവമായി യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട അവന്റെ കൽപ്പനകളെ അനുസരിക്കണം എന്ന്. ദൈവത്തിന്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. അൺകണ്ടീഷണൽ ലവ് ആണ്.
ബട്ട് ഇഫ് യു വാണ്ട് എ ബ്ലെസ്സിങ് ഫ്രം ഗാഡ് ദർ ഈസ് എ കണ്ടീഷൻ. വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ ആവർത്തന പുസ്തകം 28 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. 4-ാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അനുഭവിക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കണം. ദീർഘക്ഷമയുള്ളവൻ ജീവിതത്തിൽ വിജയം കണ്ടിരിക്കും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തക്ക സമയത്ത് ദൈവം ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ കരത്തിന് കീഴിൽ താണിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവത്തിന് ഒരു സമയമുണ്ട്, അത് വൈകിയില്ല. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹബക്കുക്ക് 2-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. കർത്താവ് ഓരോ വ്യക്തികളെക്കുറിച്ചും ഒരു പ്ലാനും പദ്ധതിയും കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ആ പ്ലാനും പദ്ധതി പ്രകാരമേ കാര്യങ്ങൾ മകനെ മകളെ നിന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. സാധാരണ നാട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്, വേവുവോളം നിന്നാൽ ആറുവോളം നിൽക്കാം. ഓരോ കാര്യങ്ങൾക്കും അത് ഉചിതമായി തീരണമെങ്കിൽ, അത് മനോഹരമായി മാറണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കും. അങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നവർ അനുഗ്രഹം പ്രാപിച്ചു. ആ അനുഗ്രഹം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആർക്കും അത് തട്ടിയെടുക്കാൻ പറ്റില്ല. ദൈവം നിത്യജീവൻ, പരിശുദ്ധാത്മാവ്, മടങ്ങിവരവ് എന്ന് 3 വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് അനേകം വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ സകല മണ്ഡലങ്ങളിലും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത് പ്രാപിക്കാൻ കാത്തിരിക്കാം. ഈ ചിന്തകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിനം കൂടെ കാണുവാനും ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ തിരിഹിതം ഇന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ മാർത്ത വിശ്വസിച്ച് അനുഗ്രഹം കണ്ടതുപോലെ ഞങ്ങൾക്കും ഓരോ നിമിഷവും അവിടെ നൽകുന്ന അനുഗ്രഹങ്ങളെ കണ്ണു തുറന്ന് കണ്ട് പ്രത്യാശയോടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കുടുംബമായി അവിടെ ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേക അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിട്ടുള്ള ഞങ്ങളുടെ മക്കൾ പഠിക്കാനും ജോലിക്കായിട്ടും പോയിട്ടുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ നിഴൽ നിന്ന് ഇടവും വല്ലതും തെറ്റാണ്. അവിടുത്തെ ഓട് ചേർന്ന് നടക്കാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകൾ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ അവസ്ഥയിൽ ഉള്ളം കൊണ്ട് തകർന്നു പോകാതെ ബലം പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നിലുള്ള യാത്ര പൂർത്തീകരിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന വാഗ്ദത്ത ദേശത്ത് എത്തുവാൻ അവിടുന്ന് അവരെ സഹായിക്കും. കരമാർഗത്തിലൂടെയും ആകാശമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ തുറകളിൽ ഇന്ന് പല കാര്യങ്ങളിലായി പോകുവാനായി തയ്യാറാകുന്ന ഓരോ മക്കളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഹോസ്പിറ്റലിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ ബെഡിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജ്ഞാനത്താൽ മക്കളെ നിറയ്ക്കണമേ. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ കണ്ട് വിഷമിക്കുന്നവരുണ്ട് കർത്താവ്. ഈ വർഷം തന്നെ മക്കൾക്ക് തക്കതായ തുണയെ അവിടെ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കടഭാരം അവിടുന്ന് മാറ്റുന്നതിനായി സ്തോത്രം. ഭവനം പണിയുന്നവരുണ്ട് കർത്താവ്. അവിടുന്ന് അത് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നിരിക്കാൻ സ്തോത്രം. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ദൈവമേ. തക്ക സമയത്ത് അവിടുന്ന് അവർക്കായി ഭവനം പണിയുന്നതിനായി ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. വിശേഷാൽ കേരളത്തെയും കർണാടകത്തെയും തമിഴ്നാടിനെയും ബീഹാറിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ,
ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും കരങ്ങൾ തരുന്നു. അവയ്ക്കെല്ലാം തക്ക സമയത്ത് മറുപടി തന്നു മാനിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവൊരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവൊരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൽ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. പാപമാം ലോകത്തിൽ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേയാലും. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും. നിറക്കോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയായി നിൻ സ്തുതി പാടുവാൻ അടിയനെന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും.